എൻ്റെ പേര് സുനന്ദ സുരേഷ്. ഞാൻ മല്ലപ്പള്ളിയിൽ നിന്ന് വരുന്നു. 6/8/2022 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് 12 വർഷമായിട്ട് കുട്ടികളില്ലാതിരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും തന്നെ ഞങ്ങൾ ചെയ്തിരുന്നില്ല. എപ്പോഴെങ്കിലും ദൈവം തരട്ടെ എന്ന് കരുതി. പക്ഷേ ഒരുപാട് നാളുകൾ ആഗ്രഹിച്ചിട്ടും ഇല്ലാതിരുന്നത് ഞാൻ ഇങ്ങനെ കൃപാസനത്തെ പറ്റി കേൾക്കാനിടയായി. പത്രത്തിലൂടെയാണ് ഞാനിങ്ങനെ കൃപാസനത്തെ പറ്റി അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ച് ഇവിടെ വന്ന് നമുക്ക് ഉടമ്പടി എടുത്താൽ നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് വന്നത്. ഞങ്ങൾ ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. പക്ഷേ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റായിട്ടൊന്നുമില്ല. എന്നിട്ട് 6 മാസം നോക്കി കുട്ടികളുണ്ടാകുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റിലായിരുന്നു ജോലി. അവിടെ നിന്ന് നാട്ടിൽ വന്നതിന് ശേഷം 6 മാസം കുട്ടികളൊന്നും ഉണ്ടായില്ല. അപ്പം പിന്നെ ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പിന്നെ PCODയുടെ ശകലം പ്രോബ്ലം ഉണ്ട്, അത് മരുന്ന് കഴിച്ചാൽ മാറുമെന്ന് പറഞ്ഞ്. അതിനുശേഷം ഞാൻ മരുന്ന് കഴിച്ചു. എന്നിട്ടും ഡോക്ടർ എന്നോട് പറഞ്ഞു, മോളെ ഇതുവരെയായിട്ടും ഇതൊന്നും പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്നു ഞാൻ ഏറ്റവും പുറകിലത്തെ ആ ജനലിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്നിട്ട് ഞാൻ മുട്ടിമേ പ്രാർത്ഥിച്ചു, ഇനി ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞുമായിട്ട് വേണം വരാൻ, അല്ലെങ്കിൽ ഞാൻ ഇനി വരുമ്പോൾ എൻ്റെ വയറ്റിൽ ഈ കുഞ്ഞ് കാണണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ കൃത്യമായിട്ട് കൃപാസനത്തിലെ പ്രാർത്ഥനയും ഇവിടുന്നുള്ള ഉടമ്പടി തൈലം തൂക്കുകയും ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഉപവസിക്കുകയും ചെയ്തു, പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു നേരം ഞങ്ങൾ അരിയാഹാരമാക്കി. അങ്ങനെ ഞങ്ങൾ നോയമ്പെടുത്തു. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. അതിനുശേഷം 2023 മെയ്യിൽ ഞാനിവിടെ വന്ന് പോയതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ ചെന്നു. എന്നിട്ടും പ്രതീക്ഷയില്ലാതെ വന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയത്, ഇനിയും വരുമ്പോൾ എനിക്ക് ഈ കുഞ്ഞ് കാണണം എന്ന്. പക്ഷേ ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷയായിരുന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എത്രയും വേഗം ഇവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ, മോളെ നീ മാതാവിൻ്റെ അടുക്ക് പോയതിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞ് എനിക്ക് 2024 ഫെബ്രുവരി 23 ഇവൻ ജനിച്ചു. ആൺകുട്ടിയാണ്. ഇവൻ വയറ്റിലായിരുന്നപ്പോഴത്തേക്കിന് എനിക്കൊത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, ശ്വാസം മുട്ടൽ, അങ്ങനെ പ്രശ്നങ്ങൾ. അത് തന്നെയുമല്ല, ഒരുപാട് നാളുകൾക്ക് ശേഷം കിട്ടുന്ന കുഞ്ഞായതുകൊണ്ട് അവന് വെയിറ്റ് ഉണ്ടാവുമോ, അവൻ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഡോക്ടർമാരെന്നോട് ഒത്തിരി തവണ പറഞ്ഞു. റിസ്ക്കാണ്. എനിക്ക് ഏജ് 37 ആയിരുന്നു. റിസ്ക്കാണ്. എൻ്റെ ഫയൽ എടുക്കുമ്പോൾ അവർ പറയുന്നത് റിസ്ക്കാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ മാതാവിൻ്റെ അടുക്ക് വന്നതാണ്, എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന്. ഓപ്പറേഷനായിരുന്നപ്പോൾ ഞാൻ തിയേറ്ററിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡും ഒക്കെ വളരെ വിഷമിച്ചു. എനിക്ക് നല്ല വിശ്വാസം, കാരണം ഞാൻ എൻ്റെ അമ്മയിലാണല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാൻ എനിക്കൊന്നും ഭയക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എനിക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഞാൻ അവിടുന്ന് എന്നെ അവർ വാർഡിലേക്ക് കൊണ്ടുവരുന്നു. സന്തോഷമായിട്ട് എനിക്ക് എല്ലാം നടന്നു. ഞാൻ ആദ്യം ചോദിച്ചത് എൻ്റെ കുഞ്ഞിന് വെയിറ്റ് ഉണ്ടോ എന്നാണ്. കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന കുട്ടികളെല്ലാം പെട്ടെന്ന് തന്നെ നഴ്സറിയിലേക്ക് കൊണ്ടുപോവാണ്. പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പേടിയുണ്ടായിരുന്നു. പക്ഷേ അതും മാതാവ് സാധിച്ചു തന്നു. അതിന് മുന്നേ 9 മാസമായപ്പോൾ ഞാനിവിടെ അച്ഛനെ കാണാൻ വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, കുഞ്ഞ് ബ്രീച്ച് പ്രസൻറ്റേഷനില്ല അച്ഛാ, എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അച്ഛൻ എന്നെ വരെ തൊട്ട് പ്രാർത്ഥിച്ചു. മുകളിൽ സിസ്റ്റേഴ്സ് എല്ലാം പറഞ്ഞു, നീ എണ്ണ തൂക്ക്, വയറിൽ എണ്ണ തൂക്ക്, പിന്നെ തേനില്ലേ അത് കഴിക്കണം, ഒക്കെ ഞാൻ ചെയ്തു. പക്ഷേ അടുത്ത സ്കാനിങ്ങിൽ എനിക്ക് കുഞ്ഞ് സാധാരണ ലെവലിൽ തന്നെയാണ് എന്ന് പറയാനിടയായി. അങ്ങനെ എൻ്റെ ഡെലിവറി നടന്നു. സന്തോഷമായിട്ട് ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകാൻ സാധിച്ചു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ വീട്ടിൽ
കല്യാണത്തിൻ്റെ ഒരു കടബാധ്യത ഉണ്ടായിരുന്നു. അനിയത്തിയെ കെട്ടിച്ചു, പക്ഷേ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഞങ്ങൾക്കത് വീട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ചൊക്കെ കടം വീട്ടി. വീണ്ടും ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായി വന്നു. നിരന്തരം ബാങ്കുകാർ ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ സഹോദരനും എല്ലാം ഞങ്ങൾ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾക്ക് അവരും അവരുടെ ഉടമ്പടിയിൽ ഈ കാര്യം തന്നെ പറഞ്ഞിരുന്നു. ഞങ്ങളെല്ലാവരും പറഞ്ഞു, മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു. മാതാവ് വഴി കാണിച്ചു തന്നു. ഇപ്പോൾ ഞങ്ങളുടെ ആധാരം ഞങ്ങളുടെ കയ്യിലായി. അങ്ങനെ എനിക്ക് 2 കാര്യങ്ങൾ സാധിച്ചു. ഞാൻ ഉടമ്പടി വെച്ചതിന് 6ാമത്തെ കാര്യമാണ് എൻ്റെ കുഞ്ഞിൻ്റെത്. 6ാമത്തെ കാര്യം തന്നെ മാതാവ് എനിക്ക് ആദ്യം സാധിച്ചു തന്നു. എനിക്ക് ഒരുപാട് നന്ദി മാതാവിനും തിരുക്കുമാരനും ഞാൻ അർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയാം. സങ്കീർത്തകൻ പറയുന്നുണ്ട്, കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. തീർച്ചയായും ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്ന വലിയൊരു ഇടമാണ് കൃപാസനം. പരിശുദ്ധമ്മയിലൂടെ ചെറുതും വലുതുമായിട്ടുള്ള അത്ഭുതങ്ങൾ നമ്മളെല്ലാ ദിവസവും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ സഹോദരി ഇവിടെ വരുന്നത് 12 വർഷമായിട്ട് ഈ നിൽക്കുന്ന ദമ്പതികൾക്ക് ഒരു കുഞ്ഞില്ലാത്തൊരവസ്ഥയുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഉദരഫലം അത് ദൈവദാനമാണ്. കർത്താവ് കനിഞ്ഞനിഞ്ഞ് മാത്രമേ കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയുമുള്ളൂ. അപ്പോൾ ഈ ഒരു വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് പരിശുദ്ധമ്മയുടെ അടുത്തേക്ക് വരികയും ഏറ്റവും വിശ്വാസത്തോടും പ്രാർത്ഥനകളോടും ഉടമ്പടി ക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും പിന്നിൽ വശമായിരുന്നു കൊണ്ട് പറയുന്നുണ്ടായിരുന്നു, പരിശുദ്ധമ്മ, ഇനി ഞാനിവിടെ ഈ ആലയത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉണ്ടാകണം. ഇന്ന് പോയതിന് ശേഷം പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുഞ്ഞ് ഗർഭത്തിൽ ഉണ്ടെന്നുള്ള സന്തോഷ വാർത്തയാണ് അറിയുന്നത്. അതിനുശേഷം പിന്നീട് കോംപ്ലിക്കേഷൻസുകൾ ഉണ്ടാകുമ്പോഴും പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചു. ഒപ്പം ബഹുമാനപ്പെട്ട VP ജോസഫസിനെ കാണുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൂടെ പ്രത്യേകമാംവിധം കൃപകൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടുന്ന് പോവുകയും നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ 12 വർഷങ്ങൾക്ക് ശേഷം ഈ ദമ്പതികൾക്ക് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ പരിശുദ്ധമ്മയുടെ വലിയൊരു കരസ്പർശം ഈ ഒരു സാക്ഷ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്ര വർഷക്കാലം തടസ്സമുണ്ട് എന്നുള്ളതല്ല, നമ്മൾ എത്രയും അടുത്ത് ദൈവമായിട്ട് എങ്ങനെ അടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. പരിശുദ്ധമ്മയിലൂടെ നടന്ന ഈ വലിയൊരു അനുഗ്രഹത്തിന് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.